ഹലോ ഫ്രണ്ട്സ്, ഐഷാസ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഇന്നും ഒരു ക്രാഫ്റ്റ് തന്നെ കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ക്രാഫ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഫോം പേപ്പർ വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് അധികം കട്ടിയില്ലാത്ത ഫോം പേപ്പറാണ്. ഇതുപോലെ ഒരുപാട് കളേഴ്സ് ഉള്ളത് ഒരു പാക്കിൽ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ടാണ് 8 ദിർഹംസ്. സാധാ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ പല കളേഴ്സിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിലുള്ള ഫോം പേപ്പർ മതി കേട്ടോ, വല്ലാണ്ട് കട്ടിയുള്ളത് വേണ്ട. കട്ടിയുള്ളത് യൂസ് ചെയ്താൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, ഇച്ചിരി പാടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ പേപ്പർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ പല കളേഴ്സിലും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സെറ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറാണ് കേട്ടോ എടുക്കുന്നത് ഫോം പേപ്പർ. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും വീതി കുറഞ്ഞത്. കുറച്ചുകൂടെ വീതി ഉണ്ടാവും. ഇനി നമുക്ക് ഇത് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മെഷർ ചെയ്തിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിലും 3 സെൻറ്റിമീറ്റർ വീതിയിലും നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ വല്ലാണ്ട് കട്ടിയിൽ മാർക്ക് ചെയ്യേണ്ട, പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുമ്പം ഒന്ന് ലൈറ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്, നീളവും വീതിയും എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു ഭാഗം പീസ് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്യാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരേ ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മെഷർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇനി ബാക്കിയുള്ള പീസും കൂടി ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് എടുക്കാം. അപ്പോൾ വീണ്ടും 3 സെൻറ്റിമീറ്റർ നീളം നോക്കാം. വീതി ഓൾറെഡി നമ്മൾ ഒരു ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീതി 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ഫോം പേപ്പർ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വലിയ ഫ്ലവേഴ്സ് വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ നീളം കൂടുതലും വീതി കൂടുതലും എടുക്കാം. അപ്പോൾ ഒരേ ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു 5-8 ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഇതേപോലെ തന്നെ മെഷർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഫോം പേപ്പർ വെച്ചിട്ട് കുറേ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, ഇത്രയും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സാധാ ഒരു പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ ഒരു കളർ പേപ്പർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിലും 3 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും ഒന്ന് മെഷർ ചെയ്തിട്ട് അളന്നെടുത്തിട്ട് അവിടെയും കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പേപ്പറിന് പകരം കുറച്ചൊരു കട്ടിയുള്ള A4 ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ എടുത്താൽ മതി. അപ്പോൾ നമുക്കതൊരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ, ആ ഒരു ഫ്ലവർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഈ റെഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഒന്ന് ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചെടുത്താലും മതി കേട്ടോ, ഈ ഫോം പേപ്പറിൽ നേരിട്ട് വരച്ചാലും മതി. പക്ഷേ എല്ലാം ഒരേ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കാം, ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. ആദ്യം സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ട്രയാങ്കിളിൽ ഇതുപോലെ മടക്കിയെടുക്കുക. 3 മടക്കുന്നുണ്ട് ഞാൻ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് എല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ല കറക്റ്റിൽ കിട്ടുള്ളൂ. ഇനി കത്രിക വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു മടക്കിയ ആ ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾക്ക് ഒരു എന്താ പറയുക, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇതുപോലെ കട്ട് ചെയ്യാം, ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പതുക്കെ കട്ട് ചെയ്താൽ മതി, നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക. വേറെ ഏതെങ്കിലും ഷേപ്പിലായി പിന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ യു പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ഫ്ലവറായിട്ട് വരും അത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്യുന്നത്. എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ, എല്ലാം ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഫോം പേപ്പറിൻ്റെ മുകളിലും ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. പെൻസിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ചെറുതായിട്ട് എല്ലാ ഫോം പേപ്പറിലും ഒന്ന് വരച്ചു കൊടുത്താലും മതി. ഫ്ലവർ ഇതുപോലെ ഒന്ന് ഫ്ലവർ വരച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എല്ലാം ഒരേ സൈസായിട്ടും ഒരേ ഷേപ്പിലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒരേ ഷേപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല.
ഇനി നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കട്ട് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, വല്ലാണ്ട് സ്പീഡിൽ കട്ട് ചെയ്യേണ്ട, പതുക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക. ഫോം പേപ്പർ പിന്നെ കട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി അഥവാ ചെറുതായിട്ട് ഷേപ്പൊക്കെ ഒന്ന് മാറിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേറൊരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അപ്പോൾ കുഴപ്പം വരില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് ഒത്തിരി ക്രാഫ്റ്റ്, ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ക്രാഫ്റ്റൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും എല്ലാവരും അയച്ചു തരിക, മെയിൽ ചെയ്യുക. അപ്പോൾ ഈ അയച്ചു തന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഒത്തിരി ഫോട്ടോസ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ള വ്യൂവേഴ്സിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഒരുപാടൊക്കെ ഉണ്ടാക്കി വെക്കുക. ഞാനിപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് ഇനിയും ചെയ്യാനുള്ളതല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി വെക്കുമ്പോൾ എല്ലാം കൂടി വേസ്റ്റായി മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കുറേശ്ശെ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി പെൻസിൽ കൊണ്ട് ഇതിൻ്റെ എക്സാക്ട് മിഡിലിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ചെറിയൊരു ഹോളാക്കി കൊടുക്കുക. ചെറിയ ഹോൾ മതി, വല്ലാണ്ട് വീതിയാക്കണ്ട, ചെറിയൊരു ഹോളാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അയൺ ബോക്സ് ചൂടാക്കാം കേട്ടോ. ഇസ്തിരിപ്പെട്ടി ചൂടാക്കിയിട്ട് ഇതുപോലെ പെൻസിൽ ഒന്ന് അതിൽ കുത്തി വയ്ക്കുക. എന്നിട്ട് ഈ ചൂടായിട്ടുള്ള അയൺ ബോക്സിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി, വല്ലാണ്ട് പ്രസ് ചെയ്യാനൊന്നും വേണ്ട. അപ്പോൾ ചൂട് തട്ടുമ്പോൾ അത് ഇതുപോലെ ആയി മാറും. നല്ല ഭംഗിയാണ് കാണാൻ. അത് നമ്മൾ പ്രസ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഫോം പേപ്പർ ഇതുപോലെ ആവും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക എല്ലാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനിയിപ്പം പല ഷേപ്പിലും ആയാലും കുഴപ്പമില്ല എന്നത് ഇതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം അതിനിപ്പോൾ ചെറിയ ഷേപ്പ് മാറ്റം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരേപോലെ തോന്നുള്ളൂ. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള സ്റ്റെം ഉണ്ടാക്കി കൊടുക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈർക്കിളിയാണ്, അതായത് ബ്രൂം സ്റ്റിക്ക്. അപ്പോൾ ഞാൻ മുമ്പ് ഈ ഈർക്കിളി കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൂല് കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ക്രാഫ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തിട്ടുള്ള ഈർക്കിളിയാണ്. അപ്പോൾ ഈർക്കിളിൻ്റെ ആ നല്ല കനം കുറഞ്ഞ ഭാഗമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇതുപോലെ സാധാ ഈർക്കിളി എടുത്തിട്ട് നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഫ്ലവർ വെക്കുന്നത് ഇതുപോലത്തെ ഒരു പോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എടുത്തിട്ട് ഞാൻ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. വലിയ നീളത്തിൽ നമ്മൾ സ്റ്റെം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെറിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നീളത്തിന് അനുസരിച്ചിട്ടാണ് ഞാൻ ഇതിനുള്ള സ്റ്റെം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാം. ഈർക്കിളി കട്ട് ചെയ്യുമ്പോൾ ഈർക്കിളിയുടെ തിന്നായിട്ടുള്ള ഭാഗം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കാരണം നമ്മുടെ ഫ്ലവർ അത്രയും തിന്നായിട്ടുള്ളതല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഫെവിക്കോൾ വേണം. ഞാൻ ഗ്ലൂ ഗൺ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെടുത്ത് ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗൺ എടുക്കാത്തത്. ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ആ ഈർക്കിളിയുടെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെള്ള ബീഡ്സ് ഉണ്ടാവില്ലേ, അത് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഹോളാക്കിയിട്ടുള്ള ആ ഭാഗത്ത് കൂടി ഇങ്ങനെ ഈർക്കിളി ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ. സാധാരണ നമ്മൾ ഇതുപോലത്തെ ഫ്ലവേഴ്സിനൊക്കെ സ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നത് വയർ വെച്ചിട്ടാണ്. ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നൊരു വയറുണ്ട്, കമ്പി പോലത്തത്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ വയർ സ്റ്റം ആണെങ്കിൽ അതും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈർക്കിളി യൂസ് ചെയ്യും, കാരണം എല്ലാവർക്കും അതല്ല ഇപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നത് നാട്ടിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈർക്കിളി കിട്ടാത്തവർക്ക് വേണമെങ്കിൽ സ്ക്യൂവർ യൂസ് ചെയ്യാം, പക്ഷെ അത് കുറച്ചൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇത് ഫ്ലവർ ഒന്ന് കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരുപാട് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ വലിയ ഫ്ലവേഴ്സ് ആക്കാം. ഞാൻ ചെറിയ ഫ്ലവർ വേസ് അല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഫ്ലവേഴ്സ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈർക്കിളി വേണമെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾ അത് മെയിൽ ചെയ്ത് തരണം കേട്ടോ. ഫോട്ടോസൊക്കെ മെയിൽ ചെയ്ത് തരാം. പിന്നെ പല കളേഴ്സിലും ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫോം പേപ്പർ മാത്രം മതി, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ അടുത്ത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയ കുഞ്ഞു പോട്ടിലാണ് വെക്കുന്നത് ഇത്. അപ്പോൾ ഇതുപോലെ പോട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും, നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാനിത്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ക്രാഫ്റ്റ് അധികം ചിലവില്ലാത്തൊരു ക്രാഫ്റ്റ് കൂടിയാണ്, എന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഞാനിപ്പോൾ ഈ ഒരു ഫോം പേപ്പറിൻ്റെ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലെ നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം ഈ ഒരു ഫോം പേപ്പർ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്യുക. ഫോട്ടോസ് സെൻഡ് ചെയ്യേണ്ട മെയിൽ ID rizarinu@gmail.com. ഇനി നമുക്ക് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരുടെ ഫോട്ടോസൊക്കെ കാണാം. ഒരുപാട് ക്രാഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വീഡിയോ ലെങ്തി ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നവരുടെ ക്രാഫ്റ്റാണ് ആദ്യം ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞാൻ എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി വെറൈറ്റി ആയിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങളെല്ലാവരും എനിക്ക് അയച്ചു തരാം. മെയിൽ ID ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക്